ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകട്ടെ, കാരണം നമുക്ക് ഷോർട്സിൽ 1 മിനിറ്റ് അല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട സമയത്ത്, അതായത് ഞാൻ എൻ്റെ ഒരു ജേണി ഇട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ജേണി ഇട്ട സമയത്ത് കുറേ ആൾക്കാർ അവരുടെ എന്താ പറയുക അതേപോലത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ എന്നോട് പേഴ്സണലായിട്ട് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മളെപ്പോലെ തന്നെ സങ്കടപ്പെടുന്ന ആൾക്കാരല്ലേ, ദുഃഖിക്കുന്ന ആൾക്കാർ വേറെയും കുറേ ഉണ്ട്. അപ്പോൾ അവരുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി. അങ്ങനെ കുറേ ആൾക്കാർ ആ ഒരു സംഭവത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നല്ല സക്സസ് ആയി എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബോയ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക വൈഫായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ അവരുടെ സ്വന്തം ആൾക്കാരനെയാണ് കേട്ടോ അവരെ ചതിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ എന്തായി, അവർ ഡിവോഴ്സിലെത്തി. അതിനൊക്കെ ശേഷം പിന്നെ അവർ നല്ല രീതിക്ക് എന്താ പറയുക, അവർക്ക് തന്നെ മനസ്സിലായി നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ എന്താ പറയുക, എന്തായാലും മൂവ് ഓൺ ചെയ്യണമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ അയാൾ മൂവ് ഓൺ ചെയ്തു, ഗൾഫിലേക്ക് പോയി, അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പം അടിപൊളിയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിന്ന് പോവാതെ മൂവ് ഓൺ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ മൂവ് ഓൺ ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മുടെ ലൈഫ് തീർന്നു പോകും. കാരണം നമ്മൾ അത് തന്നെ ആലോചിച്ച് നിന്നിട്ട് ഇനി എന്താവും ഒന്നുമില്ല, നമ്മുടെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് അങ്ങനെ കേട്ടോ, ഒരു കാര്യമില്ല. ഞാൻ അവർ കൊടുത്ത മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ അവിടേക്ക് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമൊക്കെ ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അയാൾക്ക് തന്നെ മനസ്സിലായി സംഭവം നമ്മൾ കരഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ലാന്ന്. അതോടെ അയാളുടെ ലൈഫ് രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് കരഞ്ഞിരിക്കാതെ മൂവ് ഓൺ ചെയ്യുക. അൽഹംദുലില്ലാ എല്ലാവർക്കും പഠിച്ചൊരു വഴി തെളിയിച്ച് തരുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ കുറെ കമന്റ്സ് എന്നോട് കുറെ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പം ഇനിയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എനിക്ക്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ, കുറച്ചൊന്നുമല്ല ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.